ശ്രീ ജേക്കബ് ജോർജ്, KC വേണുഗോപാലിന് വേണ്ടി എന്തിനാണ് ഈ പ്രചാരണം നടക്കുന്നത്? ഇപ്പോൾ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ആണെങ്കിൽ നമുക്ക് പോട്ടെ, അവർ രണ്ടുപേരും മുഖ്യമന്ത്രി പദവിക്ക് അർഹരാണ് എന്ന് പറയാം. KC വേണുഗോപാലിന് എന്ത് അർഹതയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ വരുവാനുള്ളത്? ഡൽഹിയിൽ നിന്ന് ലാൻഡിംഗ് കാത്തു നിൽക്കുകയാണ്. മറ്റൊരു കാര്യമുണ്ട്, ഈ സ്ഥാനാർത്ഥി നിർണയം നടന്നപ്പോൾ KCക്കായിരുന്നു മുൻഗണന കിട്ടിയിരുന്നത്. ഈ പറയുന്ന ഇപ്പോൾ മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ KCക്ക് വേണ്ടി കൈപൊക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ KC പറയുന്ന കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഈ നടക്കുന്ന മുഖ്യമന്ത്രി പദവിക്കായുള്ള ചർച്ചകളിൽ ഞാൻ താല്പര്യൻ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി പദവിക്ക് തനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയുന്നില്ല. ചർച്ചകളിൽ താല്പര്യമല്ല എന്നാണ്. എന്തൊക്കെ കാണും. അല്ല, KC വേണുഗോപാൽ മുതിർന്ന നേതാവാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ മുഴുക്കയും ചിലവുകൾ, നേതൃത്വം, കാരണം ഒരു നേതാവ് വേണമല്ലോ, അതൊക്കെ വഹിച്ചത് KC വേണുഗോപാലാണെന്നാണ്. KC വേണുഗോപാൽ വന്നാൽ കേരളം മാറും എന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ വരുന്നത് അദ്ദേഹത്തിന് തന്നെ അല്ലല്ലേ. ഞാൻ പറയട്ടെ മഞ്ജുഷേ, അതാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളതാണ് ആ ന്യായവാദത്തിൻ്റെ, അവകാശവാദത്തിൻ്റെ ഒരു കാതലായ ഒരു കാരണം. അവർ തന്നെ പറയുന്നത് അതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. കാരണം ഒരു ഇലക്ഷന് ചില്ലറ കാശൊന്നുമല്ല. ഓരോ 140 മണ്ഡലങ്ങളിലേക്കും പൈസ കൊടുക്കണം, എല്ലാവർക്കും കാശ് കൊടുക്കണം. അതിനൊരു ഫണ്ടിങ് ഏജൻസി വേണമല്ലോ, ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. ഈ പോസ്റ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. KCക്ക് തന്നെ നാണം തോന്നുന്ന ഒരു പോസ്റ്റർ ആയിരിക്കും അത്. ശരി, ഇത് പക്ഷേ നാണം കെട്ട ഏർപ്പാടായിപ്പോയി. കോൺഗ്രസ് അത് തിരഞ്ഞെടുപ്പ് ഫലം ഇനിയും കിടക്കുന്നു 10 ദിവസം കൂടി. 10 ദിവസം കൂടി കഴിഞ്ഞെങ്കിലേ ഈ പെട്ടി പൊട്ടിക്കുകയുള്ളൂ, എങ്കിലേ അറിയത്തുള്ളൂ. അതിനു മുമ്പ് തന്നെ കയറി ഇങ്ങനെ 3 പേർ, പ്രധാനമായിട്ടും 3 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടക്കുന്നത് മഹാനാണക്കേടാണ്. വോട്ട് ചെയ്തവരോട് കാണിക്കുന്ന അപമര്യാദയാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. അപ്പോൾ ഈ OCയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്ന് പറയുമ്പോൾ ശരിയാണ്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തോളോടി തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ്. തർക്കമുണ്ടായിരുന്നു അവർ തമ്മിൽ. 2011 മുഖ്യമന്ത്രിയാകാൻ തനിക്കും അർഹതയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല വിശ്വസിച്ചിരുന്നു. തന്നെ നായരായി ബ്രാൻഡ് ചെയ്താണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഒരു വേള ഒരു അധികാരമാറ്റം ആ 5 വർഷത്തിനിടയിൽ ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല സ്വപ്നം കണ്ടിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുവാൻ അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷേ അന്ന് ആ മുഖ്യമന്ത്രി പദവി അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ OCയുടെ പാത പിന്തുടരുവാൻ RC എന്ന രീതിയിൽ ശരി അത്തരം പോസ്റ്റുകൾ, മറ്റു ചില പോസ്റ്റുകളും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഉമ്മൻചാണ്ടി ഏത് രീതിയിലാണ് ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നത് അതുപോലെയാണ് KC വേണുഗോപാൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഉച്ചവെയിലിൽ കിടന്നുറങ്ങും, ഇല്ലേ, ഭക്ഷണമില്ലാതെ. ശരി ശ്രീ. അതെ, കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്ക് ശേഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു, യാതൊരു സംശയമില്ല. നമ്മളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഒരു ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ് വരുമ്പോൾ അത് മറ്റേ എതിർകക്ഷിയാണെങ്കിൽ, കേരളത്തിൽ അങ്ങനെയാണല്ലോ, മാറി മാറി ഓരോ തവണയും മാറി മാറി വരുന്ന ഭരണം. ഒരു തവണ UDF ആണെങ്കിൽ മറുതവണ അടുത്ത തവണ LDF, ഇങ്ങനെ കൃത്യമായ ഇടവേളകളിലാണ് നമ്മൾക്ക് ഈ ഭരണമാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല കിട്ടിയില്ല? അത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കോൺഗ്രസ് മുന്നണിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, UDF തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. അതാണ് കാരണം, അതിൻ്റെ പ്രകടമായ കാരണം. അല്ലെങ്കിൽ ആ ഭരണം കിട്ടിപ്പോയനെയും. അത് ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രകടമായ മാറ്റം വരുത്തി. പിണറായിക്ക് അനുകൂലമായിട്ട് അദ്ദേഹത്തിന് ഭരണ തുടർച്ച കിട്ടി. മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ കൊണ്ടുപോവുകയും ചെയ്തു 2021. അത് നമ്മൾ കാണേണ്ട കാര്യമാണ്. പക്ഷേ അത് വീണ്ടും കിട്ടണം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവർ പരസ്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, പണ്ട് AK ആൻ്റണി ACUവിൻ്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, പിന്നീട് ഉമ്മൻചാണ്ടി തൊട്ടുപുറകെ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഓരോ തവണയും നേതൃത്വത്തെക്കുറിച്ചൊരു ചോദ്യമില്ല ആന്റണി വിഭാഗത്തിൽ. പിന്നീട് K കരുണാകരൻ മുഖ്യമന്ത്രിയാവുന്നു 82-ൽ വീണ്ടും 82-ൽ മുഖ്യമന്ത്രിയാവുന്നു. അതൊരു വലിയ സംഭവമാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ജൈത്രയാത്ര K കരുണാകരൻ ഒരു മുന്നണി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. 82 ഒരു പുതിയ മുന്നണി, ലീഗിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് അതിൻ്റെ കോച്ചുമ വാട്സപ്പ് ചാറ്റിൽ കണ്ടത് KC വേണുഗോപാലിനെതിരെ ഈ VD സതീശന് വേണ്ടി വർക്ക് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വന്ന സന്ദേശമാണ്. KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ ഇരിക്കട്ടെ, അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അത് അദ്ദേഹം ചെയ്തില്ല, കേരളത്തിൽ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങളാണ് വരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. അതെ. അപ്പോൾ കേരളത്തിൽ ഈ ഒരു പതിവുണ്ടായിരുന്നു, ഒരു നാച്ചുറൽ ചോയ്സ്. മുഖ്യമന്ത്രി ആര്? CPM-ലാണെങ്കിലും
ഇടതുപക്ഷത്ത് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അല്പം ഒരു ബലപ്രയോഗം, കൈപ്രയോഗങ്ങളൊക്കെ ഉണ്ടാകും. VKൻ്റെ ഭാഷയാണ് കേട്ടോ. അത് ഇത്രയൊക്കെ ഉണ്ടാകും. കൈക്രിയ എന്നൊക്കെ VKൻ്റെ കഥകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. കരുണാകരന് ശേഷം ആൻ്റണി വന്നു. ആൻ്റണിയെ ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടി ഇതുപോലൊരു കൈക്രിയ നടത്തി. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കയ്യിലോട്ട് ഭരണം കിട്ടിയത്. ഈ റജിക്ക് കോൺഗ്രസ്സുകാർക്കൊന്നും മനസ്സിലാകത്തില്ല, അത് അവർക്കൊന്നും ദഹിക്കത്തില്ല ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ 3 പേർ രംഗത്ത് വരുമ്പോൾ ഈ 3 പേരും കൂടി ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. ഒരു മേശപ്പുറത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന് നല്ലത്, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നല്ലത് എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 3 പേരോടും എനിക്ക് നല്ല സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷേ. ശരി, ശ്രീത് പണിക്കർ, എന്തായാലും ഇവരെല്ലാവരും വിശ്വസിക്കുന്ന കാര്യം അതുപോലെ തന്നെ പൊതുവെ അങ്ങനെയാണല്ലോ, ഈ പിണറായി ഭരണത്തിന് ഒരു അന്ത്യമുണ്ടാകും, LDFന് പകരം UDFനെ തെരഞ്ഞെടുക്കും, കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്നാണല്ലോ, ആ ഒരു വിശ്വാസത്തിലാണല്ലോ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി തർക്കത്തിന്റെ ആത്മവിശ്വാസം വരുന്നത്. പക്ഷേ ഇത് അതിരുകളെല്ലാം ലംഘിച്ചു പോകുന്ന ഒരു പരിപാടിയായി പോയില്ലേ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.